നമ്മൾ ഓരോ അലക്കുകൾ ഉണ്ടാക്കുമ്പോഴും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഒരേപോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് നല്ല വലിപ്പം, ഇത് ഉണ്ടാക്കിയിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പം കൂടുതലുള്ളൊരു അലക്കുകല്ലാണിത്. ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അലക്കിയിട്ട് തുണികൾ വെക്കാനും സോപ്പ് വെക്കാനും ഒക്കെ നല്ല ഏരിയ ഉണ്ട്. കുറച്ച് നല്ല വലിപ്പമുണ്ട്. 1.60 നീളമുണ്ട്. 1.60, 80, 85 അടുത്ത് വീതിയും വരുന്നുണ്ട് കേട്ടോ. നമസ്കാരം. അപ്പോൾ ഞാൻ കണ്ണൂരായിട്ടുള്ളത്. കണ്ണൂർ എയർപോർട്ടിൻ്റെ അടുത്ത് എടയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നഫീസ മൻസിൽ നമ്മളെ നൗഫൽ ഭായിൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മളെ നൗഫൽ ഭായിൻ്റെ വീട്ടിലൊരു അലക്കൽ ഉണ്ടാക്കാൻ വന്നു കേട്ടോ. സ്പെഷ്യൽ അലക്കൽ, നമ്മളെ വെറൈറ്റി അലക്കൽ. നമുക്ക് ചീറിക്കണം. സൂപ്പർ അലക്കലാണ്. ഈ പ്രദേശത്തൊന്നും ഇങ്ങനത്തെ ഒരു അലക്കലില്ലല്ലോ അല്ലേ? നമ്മളെ പുതിയ ആദ്യമായിട്ട് കണ്ടിട്ട് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വിളിച്ചു എത്തിച്ചത്. അതെ. അപ്പോഴേ എന്താ വെച്ചാലേ ഞങ്ങൾ നാട്ടിൽ മാത്രം ഇങ്ങനെ അലക്കൽ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഓരോ അലക്കൽ ഉണ്ടാക്കി നിൽക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കണ്ണൂരിൽ നിന്ന്, ഈ ഒരു ഭാഗത്തുനിന്ന്, കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ കോട്ടയം ആ ഭാഗത്തുനിന്നൊക്കെ വിളി വരുന്നുണ്ട്. ഞാൻ പോവാത്ത നാട്ടിലെ പണികളായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരുന്നു. ഇങ്ങനെ വന്നാൽ എന്തായാലും മെച്ചം, നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങൾ കാണാനും പറ്റും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാനും പറ്റും. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ചെറിയൊരു കൗതുകം തോന്നിയ ചെറിയൊരു സംഭവം. ഞങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തൊരു വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത് നല്ല ബെൽറ്റൊക്കെ വാർത്ത് കല്ല് ഇത് പാതകമാവില്ലേ നൗഫലെ? പാതകം വരെ കെട്ടി വെച്ചിട്ട് പാതകത്തിൻ്റെ നേരെ മുകളിൽ നല്ല സ്ട്രോങ് ബെൽറ്റ് 12 mm കമ്പിട്ടിട്ട് നല്ല റിങ്ങൊക്കെ കെട്ടിയിട്ട് അത് ബെൽറ്റ് വാർക്കാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പണി നടക്കുന്നത് നല്ല മഴ ആയതുകൊണ്ടാണ്. ഇവിടെ പണിക്കാർ ലീവാണ്. അപ്പോൾ ഇത് ഇത്രയും സ്ട്രോങ്ങിൽ ഇവിടെ ചെയ്യാൻ കാരണം എന്താ പറയുക, ഇവിടുത്തെ ഈ ഒരു മതിലാണ്. ഈ ഒരു മതിൽ കണ്ടിട്ടാണ് എനിക്കൊരു കൗതുകം തോന്നിയത്. നല്ല അടിപൊളി സെറ്റ് മതിൽ. ഏകദേശം 5 മീറ്ററിൻ്റെ അത്ര ഹൈറ്റ് വരുന്നുണ്ട്. അത്രയും ഹൈറ്റിൽ ഇത് ഇത്രയും ഹൈറ്റിൽ ചെങ്കല്ലിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇടയ്ക്ക് പില്ലറും ബീമും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് പില്ലറും ബീമും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഉള്ളോട്ട് മറച്ച് വെച്ചിട്ടാണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരേ ലെവലിൽ ഇങ്ങനെ ചെരിഞ്ഞായിട്ട് ഈ ഒരു മതിൽ വരുന്നത്. അടിപൊളി കെട്ട്. അപ്പോൾ ഈ ചെങ്കല്ലുകൊണ്ട് നമ്മൾ എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ഇതുപോലെ കെട്ടിപ്പൊക്കാം. ഇതുപോലത്തെ മതിൽ നമ്മൾ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കെട്ടിപ്പൊക്കെ എത്ര ഇതിനുമായിട്ട് ഹൈറ്റിൽ വരെ ചെങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കെട്ടിപ്പൊക്കിയിട്ട് ഈ മതിലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ചുമരും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഞ്ചിനീയർമാർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തും ഈ ഒരു മതിൽ തിങ്ങൂല എന്നുള്ള കാരണം. എത്ര വെള്ളം ഇതൊക്കെ മഴ പെയ്ത് വെള്ളം വന്നാലും ഈ ഒരു കെട്ടിന് ഒന്നും വരില്ല എന്നുള്ളത് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയും എടുത്ത് തന്നെ ഈ ഒരു ചെങ്കല്ലുകൊണ്ടാണ് തറ പാതകമൊക്കെ ചെയ്തിട്ടുള്ളത്. മുകളിൽ നല്ലൊരു ബെൽറ്റും വാർക്കാൻ വേണ്ടിയിട്ട് കമ്പി കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പാറ തന്നെ തോന്നുന്നുണ്ട് അല്ലേ? പാറയാണ്. അതാണ് ഒരു പ്രധാനം. ഇത് മണ്ണ് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു പേടി, കാണുമ്പോൾ ഒരു പേടിയാണ്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇത്രയും ഹൈറ്റ് കെട്ടി പൊന്തിച്ചിട്ട് അതിന് മുകളിലൊരു വീട് എടുക്കുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഒരാൾ വന്ന് നോക്കുമ്പോഴല്ലോ ഒരു പേടി തോന്നും. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു കൗതുകം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീടുപണി നടക്കുന്നുണ്ട്. അപ്പോൾ നഫൽ അവിടെയാണ്. നഫൽ ഇവിടുത്തെ നിങ്ങളെ ഏട്ടനനിയന്മാരെ വീടല്ലേ? അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് നഫലിൻ്റെ വീട്. അപ്പോൾ നഫൽ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് എത്ര മാസമായി? ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഗൾഫിൽ നിന്നേ ഫോളോ ചെയ്യണ്ടോ? വിളിച്ചെത്തിച്ചത്. അപ്പം ഞങ്ങളേ ഈ കുറച്ചൊക്കെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ഞങ്ങൾക്ക് ഒഴിവിനനുസരിച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ പോയി. 2 ദിവസത്തെ പരിപാടി. അപ്പോൾ ഓരോ സ്ഥലത്ത് 2 ദിവസം, അതിന് അടുത്ത സ്ഥലത്ത് 2 ദിവസം, അങ്ങനെ പോയി കഴിഞ്ഞാൽ രസമാണ്. സംഭവം നാട് കാണും ചെയ്യുക, വർക്ക് പോയി. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പോവുകയും ചെയ്യും. ഈ കല്ല് സൂപ്പർ കല്ലല്ലേ? ഇത് സെക്കൻഡ് കല്ലുണ്ടോ? കണ്ണൂർ സെക്കൻഡ് കല്ലാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് കല്ല് കൊണ്ടുവന്നിട്ടാണ് നമ്മളെ ചില ഏരിയയിലൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി കല്ല് എന്ന് പറഞ്ഞിട്ട് വണ്ടിക്കാർ കൊണ്ടുവരണേ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ കല്ലൊന്ന് ശരിക്കും കാണിച്ചു കൊടുത്താൽ ഈ കല്ല്. കാരണം എന്താ പറയുക, ഇത് സെക്കൻഡ് കല്ലാണെന്ന് ഇവിടെയുള്ള ആൾക്കാർ കണ്ടാലേ മനസ്സിലുള്ളൂ കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഈ ഒരു കല്ല് ഫസ്റ്റ് കല്ലായിട്ട് വന്ന് അടിക്കലുണ്ട്. അതാണ് പറയുന്നത്. ഇത് കറക്റ്റ് സെക്കൻഡ് ആണെന്നുണ്ടെങ്കിലും വേറെ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ഫസ്റ്റ് കല്ലിൻ്റെ അതേ 4 മൂലയൊക്കെ ഉണ്ട്. ഇവിടുത്തെ സെക്കൻഡ് കല്ലാണിത്. അപ്പോൾ ഈ ഒരു കല്ല് വെച്ചിട്ടാണ് ഇവിടെ പാതകത്തിൻ്റെ മണ്ണിൻ്റെ അടിയിൽ കെട്ടുന്നത്. അതായത് മണ്ണിൽ പോകുന്ന കല്ലാണ് അതൊക്കെ. പാതകം വരെ കെട്ടിയത് ഈ ഒരു കല്ലുകൊണ്ടാണ്. ഇവിടെ ഫസ്റ്റ് ക്വാളിറ്റി കല്ലിന് എത്രയും 34 34 ഫസ്റ്റ് ക്വാളിറ്റിക്ക് 34 ഞങ്ങളെ അവിടെ മലപ്പുറം ഭാഗത്തൊക്കെ സെക്കൻഡിന് 35 റുപ്യ ഉണ്ട്. 35-40 റുപ്യ ഉണ്ട്. സെക്കൻഡിന് 45 റുപ്യ ഉണ്ട് അല്ലേ? സെക്കൻഡിന് 45 റുപ്യ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളേ ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ റെസ്റ്റോറൻറ്റ് ടൈമിൽ ഇങ്ങോട്ട് മുകളിൽ വന്നിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇവിടെയാണ് ഞങ്ങളെ വർക്ക് വരുന്നത്. സ്വാലിഹ്. എൻ്റെ പേരെന്താ? മുഹമ്മദ് MP. ശരി, ഇനീഷ്യലടക്കം പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് എംസാൻ്റെ ഒക്കെ ഇട്ട് ഒന്ന് തേച്ച് റെഡിയാക്കാനുണ്ട്. ടൈലൊട്ടിക്കാനുണ്ട്. ഇവിടെ അപ്പുറം 4 ഭാഗം തേക്കാനുണ്ട്. 2 വേസ്റ്റിൻ്റെ 2 പൈപ്പും ഇതിൻ്റെ കൊട്ടത്തളത്തിൻ്റെ പൈപ്പും അലക്കുന്നതിൻ്റെ പൈപ്പും പുറത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്.
നമ്മൾ സിമെൻറ്റിൻ്റെ കട്ട കൊണ്ടാണ് ഇതിൻ്റെ ഇതൊക്കെ കെട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 40 കട്ടോളം വരും കേട്ടോ ഇതിൻ്റെ ഇത്രയും കെട്ടാൻ. നമ്മൾ താഴത്തുനിന്ന് വരുമ്പോൾ ഈ ഒരു ഈ ഒരു ലെവലിലാട്ടോ വരുന്നത്. ഇത്രയും ഹൈറ്റിൽ പേടിക്കാനൊന്നുമില്ല, നല്ല കാണുമ്പോൾ നല്ലൊരു ഉറപ്പിൽ തന്നെ തോന്നുന്നുണ്ട്. അങ്ങോട്ട് തള്ളിയിട്ടാണ്, ഒരുപാട് അങ്ങോട്ട് തള്ളിയിട്ടാണ് ഇതിൽ പടവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പില്ലറും ബീമും കോർണറിലൊരു പില്ലറ്, ആ നടുക്കൊരു പില്ലറ്, അവിടെ അപ്പുറത്തെ പില്ലറ്, ഇടയ്ക്ക് ബീമൊക്കെ വന്നിട്ട് നല്ല സ്ട്രോങ് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല മഴ കേട്ടോ, 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. നാട്ടിലും നല്ല മഴയാണ്, ഇവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ മഴയായിട്ട് എന്തായാലും പുറത്തെ പണിയൊന്നും നടക്കില്ല, പടവും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ സമയത്ത് എന്തായാലും നടക്കില്ല. ഈ അലക്കലിൻ്റെ പണിയാകുമ്പോൾ എന്താ പറയുക മെച്ചം, മഴ ആണെങ്കിൽ എന്തായാലും അവിടെ ഒരു ഷീറ്റൊക്കെ ഉണ്ടാവും. അധികം ഓപ്പൺ ടെറസിൽ ഷീറ്റൊക്കെ ഇട്ടുകൊടുത്താണ് അധികം അലക്കൽ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഓർഡർ വരുന്നത്. ഇവിടെ പറഞ്ഞാൽ ഒരു വർക്ക് ഏരിയ ഉണ്ട്, വർക്ക് ഏരിയൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മഴ പ്രശ്നമല്ല. അങ്ങനത്തെ ഒരു മെച്ചം കൂട്ടി ഉണ്ട് ഈ അലക്കൽ ഉണ്ടാക്കാൻ വന്നാൽ കേട്ടോ. നാസിഫി, എൻ്റെ പേരെന്താ? കുറച്ച് പണിയുണ്ടല്ലോ. അഷറഫുൽ കമർ MP. നിങ്ങൾ ഈ ഉൽപ്പം വെച്ചിട്ടാ പറയാ പേര്? ഇവരൊക്കെ MP കേട്ടോ. MP-ന്റെ ഫുൾ എന്താ? ഏതായാലും മഴ അങ്ങനെ പെയ്യാണ്, ഇപ്പം പണി നോക്കിയാലോ. അപ്പോൾ ക്യാമറമാനെ വാ, കമോൺ. ക്യാമറമാനൊന്ന് കാണിച്ചിരുതാ, ക്യാമറമാൻ. നല്ല മഴ. അപ്പോഴേ നമ്മൾ അലക്കുകൽ ഇതാ ഇങ്ങനെയാണ് ലാസ്റ്റ് ഫൈനലായിട്ട് ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഇത് കണ്ണൂർ സ്പെഷ്യൽ അലക്കുകലാണ്. കണ്ണൂർ എടയന്നൂർ. അപ്പം കണ്ണൂർ എടയന്നൂർ അലക്കുകൽ പണി കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഓരോ അലക്കുകൽ ഉണ്ടാക്കുമ്പോഴും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഒരേപോലെ അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് നല്ല വലിപ്പം, ഇത് ഉണ്ടാക്കിയിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പം കൂടുതലുള്ളൊരു അലക്കുകല്ലാണിത്. ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട്, അലക്കിയിട്ട് തുണികൾ വെക്കാനും സോപ്പ് വെക്കാനും ഒക്കെ നല്ല ഏരിയ ഉണ്ട്, കുറച്ച് നല്ല വലിപ്പമുണ്ട്. 1,60-1,60ഓളം നീളമുണ്ട്. 1,60, 80, 85-ൻ്റെ അടുത്ത് വീതിയും വരുന്നുണ്ട് കേട്ടോ. കുഴിയൊക്കെ നല്ല പാകത്തിലുള്ള കുഴി അല്ലേ മുരളി? നല്ല കുഴിയാണ്. ഒലുമ്പാനും അലക്കിയിട്ട് പെട്ടെന്നുള്ള പരിപാടി തീർക്കാൻ അലക്കല്ല് തന്നെയാണ്. 2 പാത്രം വേണമെങ്കിൽ പാത്രം കഴുകാം, അലക്കാം, എല്ലാ സൗകര്യവും നമ്മൾ ഈ കല്ലിന് പറ്റിയിട്ടുണ്ട് ഇപ്പോ. അതേപോലെ അലക്കിയ ഡ്രസ്സ് പീഞ്ഞിട്ട് ഇവിടെ വെക്കാം. നല്ല അടിപൊളി ടൈൽ കേട്ടോ. ഇത് നമ്മളെ നൗഫലിന്റെ സെലക്ഷൻ തന്നെയാണ്. നല്ല കല്ല് പോലത്തെ ഒരു ഡിസൈൻ അല്ലേ, കല്ല് പോലത്തെ ഡിസൈൻ, ഈ കരിങ്കല്ലിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഡിസൈൻ ആയിട്ടുള്ള നല്ല ടൈല് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈലൊക്കെ വെച്ചപ്പോൾ നമ്മളെ അലക്കുകല്ല് വേറെ ലെവലായി. അപ്പോൾ നമ്മളെ ഒരു അലക്കുകല്ലും കൂടി കണ്ണൂർ വന്നുണ്ടാക്കി. അപ്പോൾ ബാക്കോട്ട് അപ്പോൾ പൈപ്പ്, ഇതിൻ്റെ വേസ്റ്റ് വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ അങ്ങോട്ട് രണ്ടും അപ്പുറത്തേക്കാണ് വെച്ചത്. അവിടുന്ന് നമുക്ക് അങ്ങനെ ഇതിൻ്റെ വീട് പണിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റിനോവേഷൻ വർക്കുകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ നൗഫലിന് ഇതാ കുറച്ച് മാസങ്ങൾ 5-6 മാസത്തെ ലീവ് തന്നല്ലേ. അപ്പോഴേക്ക് വീട് ഒന്ന് വേറെ ലെവലാക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ ആദ്യ പടി ഇവിടെ പൂർത്തിയായി അലക്കുകല്ല്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. നല്ല രീതിയിൽ വീട് പണി പെട്ടെന്ന് തന്നെ തീരട്ടെ. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. Okay.